വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാക്സ് സോളോ ഗെയിമിംഗ്. അപ്പം നമ്മൾ ഇന്നും ബസ് സിമുലേറ്റർ ആണ് കളിക്കുന്നത്. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പം നല്ല വ്യൂവേഴ്സ് കിട്ടി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ KSRTC ഷിഫ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് പോവാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 വീഡിയോ ഇട്ടായിരുന്നു, നല്ല വ്യൂവേഴ്സ് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് KSRTC സ്വിഫ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഓട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഓഫ് റോഡ് വഴിയാണ് പോണേ. നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആണ് KSRTCയുടെ സ്വിഫ്റ്റ്. ഓക്കെ, നമുക്ക് അവിടെ എത്തണം. ഇനി കുറച്ച് ദൂരം യാത്രയാണല്ലോ, 1 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. മിനിമം ഒരു 3-4 കിലോമീറ്റർ അത്രയും കാണും. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും ഇരുന്ന് കാണുക. അപ്പം നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? സ്വിഫ്റ്റ് ഡ്രൈവിങ്. ഇടിച്ചല്ലേ, എൻ്റെ കയ്യിൽ പൈസ പോകും, നല്ല പൈസ പോകൂലോ. വണ്ടി ഇടിക്കാണ്ട് കൊണ്ടോണം. എന്നാ വെച്ചാൽ നല്ല പൈസ പോകും ഈ വണ്ടി ഇടിച്ചാൽ ശരിയാക്കാൻ. ഒരു കുഞ്ഞ് തുള്ളിയുടെ അത്രയും പെയിന്റ് പോയാൽ തന്നെ 1000 രൂപ വരും കൊടുക്കാൻ. അപ്പൊ ഇത് മൊത്തമായിട്ട് ഇടിച്ചുള്ള അവസ്ഥ നാലായിക്ക് 1 കോടി വരും വില. ഇത്രയൊന്നും ആകില്ല, പക്ഷെ എന്നാലും ചിലപ്പം അറിയത്തില്ല. നമുക്ക് ഇതിലാണ് കയറേണ്ട, റൈറ്റ് കയറണം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയാൽ മതി. ഇത് നമ്മുടെ സ്വിഫ്റ്റ് വണ്ടി എവിടെയാ ഓടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. കോഴിക്കോട് ഓടുന്ന വണ്ടിയാണ്. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ഈ ബസ്സിന് അടിച്ചത് കൊണ്ട് കോഴിക്കോട് എന്നുള്ള സ്റ്റിക്കറാണ് ഇതിൻ്റെ കൂടെ പിന്നെ റൂട്ടായിട്ട് അവർ തന്നെ. പക്ഷെ നമ്മുടെ റൂട്ട് വേറെയാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ പോകണേ. അല്ലാണ്ട് ഇത് ശരിക്കും കോഴിക്കോട് വണ്ടിയാണ്. പിന്നെ നമുക്ക് അയ്യോ ഇപ്പൊ വണ്ടി ഇടിച്ചാലും ഞാനിങ്ങനെ പറഞ്ഞ് ഇപ്പൊ വണ്ടി വല്ലവർക്കും കൊണ്ട് ഇടിച്ചു. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്, പക്ഷെ സ്റ്റിക്കർ അടിച്ചപ്പോ അതെല്ലാം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, നമുക്ക് ഇതെന്തോളമാണ് ഈ വണ്ടി ഇവിടെ ഇടിച്ച്. അയ്യോ, ഇതിന്റെ ബ്രേക്കിംഗ് ഉണ്ട് ഗൈസ്. അതാണ് സ്വിഫ്റ്റ് KSRTC കൊള്ളാം. അതിന്റെ ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ട് പിന്നെ പോയിട്ട് ഞാൻ ബ്രേക്ക് അടിച്ചിട്ട് അപ്പൊ തന്നെ നിന്ന് ഈ വണ്ടി. സാധാരണ വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടെ മുന്നിലോട്ട് പോയിട്ടാണ് നിൽക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ല, ഉമ്മ അങ്ങ് നിൽക്കും. പിന്നെ ഈ വണ്ടിയുടെ ഡിസൈനും കളറൊക്കെ കണ്ട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ടയറൊക്കെ കണ്ട നല്ല രസമുണ്ട് കാണാൻ. ശരിക്കുള്ള വണ്ടിക്ക് ഇങ്ങനെ ഇരുന്ന് കൊള്ളായിരുന്നില്ലേ. അപ്പം നമുക്കിനി ഓഫ് റോഡ് സ്ഥലം എത്താറായെന്ന് തോന്നുന്നു, അറിയില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് 1 കിലോമീറ്റർ കൂടെ ഇനി അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തും. അവിടെ നേരെ ഇറക്കാണ്, പക്ഷെ ഞാൻ ആക്സിലേറ്റർ പിടിച്ചോണ്ട് പോകുള്ളൂ. നമ്മളെ ബ്രേക്ക് പിടിക്കാറില്ല, പ്രത്യേകിച്ച് KSRTC. പിന്നെ എങ്ങനെയാണ് ഈ വണ്ടി നിന്നത് ഗൈസ്? ഞാൻ അറിയേണ്ട ബ്രേക്കിൽ കയറി ചവിട്ടി. അതുകൊള്ള പിടിക്കലെന്നൊക്കെ പറഞ്ഞു പോയതാ. എന്നിട്ട് അവിടെ സ്പീഡ് കൂടി കയറിയപ്പോഴേക്കും ഞാൻ ബ്രേക്കും പിടിച്ചറിയാണ്ട്. ഓക്കെ, ഇനി അതെ ഇവിടെയാണ് സ്ഥലം. ഇവിടെ എത്തിയപ്പോഴേക്കും മഴയുമായി എല്ലാം ആയി. ഓടോ ഇടിക്കോ, പുതിയ വണ്ടിയാണ്. ഓക്കെ, ഇനി ഇതിലേ ഇറങ്ങി അതിലേ പോയിട്ട് വേറെ ഒരു വഴി കയറണം. ഇതിലെ കുറച്ച് ദൂരം ഇങ്ങനെ പോകേണ്ടി വരും ഇത് ഈ ഓഫ് റോഡിൽ. പിന്നെ അതും കൂടെ കഴിയുമ്പോൾ മെയിൻ റോഡ് എത്തും. പിന്നെ അവിടെ നമുക്ക് റൈറ്റ് എടുത്ത് പോകാം, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളൊരു സ്റ്റോപ്പ്, പിന്നെ ഒരു വേറെ എന്നാണ്ട് ഒരു ഗ്രാമമാണോ, ഒരു ചെറിയ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അതേപോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമുക്ക് അടുത്ത സ്റ്റോപ്പ്.
നമ്മുടെ പ്രൈവറ്റ് വണ്ടിയുടെ സ്റ്റോപ്പ് ആണെങ്കിൽ സ്വിഫ്റ്റിന് അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അത് ഞാൻ ഉദ്ദേശിച്ച KSRTC അല്ല, സാധാരണ ലോക്കൽ. അത് നമുക്ക് അവിടെയും സ്റ്റോപ്പ് ഉണ്ട്. ഇടിച്ചാ എന്നാണ്ട് ജസ്റ്റ് വെച്ചിന് പോണുണ്ട്. ഞാൻ ഇടിച്ചോന്ന് ചോദിച്ച. ഓക്കെ ഗൈസ്, നമ്മൾ ഇതെന്താണ് വെള്ളം നല്ല ഇട്ട് ഇവിടെ പേർന്ന് കിടക്കുന്നുണ്ട്. ഓക്കേ, ഓ നമ്മളിവിടെ മെയിൻ റോഡ് എത്താറായെന്ന് തോന്നുന്നു. അവിടെ വണ്ടി ചെറുതായിട്ട് ഇടിക്കണ്ടായിരുന്നു, പക്ഷെ ഇടിച്ചില്ല. കാരണം ഞാനാണ് ഓടിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ. ഓ ഇനി വണ്ടിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അടുത്ത വളവ് കഴിയണല്ലോ. നമ്മുടെ വണ്ടിക്ക് കുഴപ്പമില്ല, സ്പീഡ് നല്ല സ്പീഡുള്ള വണ്ടിയാണ്. അയ്യോ പിന്നെ സ്പീഡ് കുറഞ്ഞു പോയേ. സ്പീഡ് കൂട്ട്. അയ്യോ ഇടിച്ച് വണ്ടിയുടെ അടിഭാഗത്താണ് ഇടിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചെറുതായിട്ട് കുഴപ്പമുണ്ട്, എഞ്ചിന്റെ ഭാഗത്താണ് ഇടിച്ചെങ്കിൽ നല്ല പണി കിട്ടി. ഈ വണ്ടി എവിടെയെങ്കിലും വെച്ച് ഓഫാവും. എന്നുവെച്ചാൽ എഞ്ചിൻ എന്ന് വെച്ചാൽ ഇതിന്റെ പവർ മൊത്തം ഇരിക്കുന്ന അതിൻ്റെ കയ്യിലാണ്. അത് പോയാൽ ഇനി എവിടെയെങ്കിലും കിടക്കും വഴിയിൽ. പിന്നെ വേറെ ടോ ട്രക്ക് വിളിക്കേണ്ടി വരും നമ്മളെ കൊണ്ടുപോകാൻ. ഓക്കെ, നമുക്ക് നേരെ പോകണം. നേരെ ഇവിടെ നീ പറഞ്ഞിട്ടൊക്കെ ബ്രേക്ക് കൂടിയിടാ. ഞാനിപ്പോ നിന്നെ ഇടിച്ച് കയറ്റിയാണ് അങ്ങോട്ട്. അയ്യോ ഇടിച്ച്. ഓ എന്നാ എല്ലാരും കൂടെ എന്നെ ഇടിച്ചു. ഇതാ അവിടെ നിർത്തിയിരുന്ന ഒരു എടുത്തോണ്ട് പോടോ, എനിക്ക് ടൈമില്ല. എടുത്തോണ്ട് പോടാ നിന്റെ വണ്ടി. ഓക്കെ, നമ്മൾ അവിടെ ഇടിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലൈഫ് 98 അതുകൊണ്ട് തന്നെ ഇനി 2000 രൂപ മുടക്കേണ്ടി വരും എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിന് മുകളിൽ പോവും, അറിയത്തില്ല. എന്നുവെച്ചാൽ എൻജിൻ സൈഡും ഈ ഡോറിൻ്റെ ആ സൈഡ് ഭാഗമാണ് പോയി ഒരഞ്ഞും അടിച്ചൊക്കെ കയറിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ കൂടി തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് റൈറ്റ് എടുക്കണ്ട. നമുക്ക് നേരെ ഒരു വഴി ഉണ്ടെങ്കിലും, പക്ഷെ അത് അവിടെ മറ്റേ വേറെ ഒരു സിറ്റിയിലേക്ക് കയറണതാണ്. അങ്ങോട്ടല്ല നമുക്ക് പോകണ്ടേ, നമുക്ക് വേറെ സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടത്. അയ്യോ ഞാൻ ഇടിച്ചൂന്ന് വിചാരിച്ച്. ഓ പോലീസ്, നമുക്കെന്ത് പോലീസ്, നമ്മളൊക്കെ കേരള വണ്ടിയാണ്, സർക്കാരിന്റെ വണ്ടിയാണ്, കുഴപ്പമില്ല. പക്ഷെ ഇടിച്ചാൽ നല്ല കുഴപ്പമാവും. അതിപ്പോ സർക്കാരിന്റെ വണ്ടിയാണെങ്കിലും നമ്മുടെ വണ്ടിയാണല്ലോ, അത് തന്നെ. പോലീസിട്ട് ഇടിച്ചാൽ നല്ല കിട്ടും. പക്ഷെ KSRTCക്ക് അത്രയും കുഴപ്പമില്ല, നമ്മളറിയാണ്ട് പോയി സ്പീഡിൽ ചെന്ന് ഇരിക്കുവാണെങ്കിൽ നല്ലത് കിട്ടും പോലീസിന്റെ കയ്യിൽ നിന്ന്. എന്നാ വലിയ പാറയാടാ ഇത്, മരത്തിന്റെ അകത്തൂടെ ഒക്കെ ഉണ്ടായി വന്നേക്കുന്നു. അത് കഴിഞ്ഞ് മരം അതിൻ്റെ അകത്തൂടെ ഉണ്ടായി വന്നതാണോ ആർക്കറിയാം. നമുക്ക് നമ്മുടെ പണി നോക്കി പോയാ പോരെ. ഇവിടെ നിന്നൊരു വണ്ടി വരല്ലേ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം. ഇതൊക്കെ നല്ല ട്രിപ്പ് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഇവിടെ ഒരു ട്രിപ്പ് വരാൻ കഴിയും. നമുക്ക് ട്രാവലർ എടുക്കണോ ബസ് എടുക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ കയറ്റിയിട്ട് പോവാം ഗൈസ്. ഞാനിങ്ങനെ കുറേ നേരം അവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് പേര് വന്നു, കുറച്ച് പേര് ഇറങ്ങി, അങ്ങനെ ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവാം, നമ്മുടെ മെയിൻ സ്റ്റോപ്പിലേക്ക് പോകണം. ഇനി നമുക്ക് അവിടെയാണ് സ്റ്റോപ്പുള്ളൂ, ഇനി ഒരു സ്റ്റോപ്പും ഇല്ല നമുക്ക്.
ഇവിടെയൊക്കെ പാറയൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ഉരുൾപൊട്ടൽ വന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞതാണ്, അല്ലാണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇത് അങ്ങനെ വന്നതെന്നൊന്നും. എനിക്കൊരു സംശയം പ്ലീസ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ലോകം ഉണ്ടാക്കിയതാരാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഉദ്ദേശിച്ചത് സിറ്റി, അതാരാണ് ഉണ്ടാക്കിയത്? എടോ ഒന്നും മര്യാദക്ക് സൈഡ് കള. ഞാൻ KSRTC ഇടിച്ച് കയറ്റി ഞാൻ. ആഹാ, അങ്ങനെ അത്രയ്ക്ക് റേസ് ചെയ്യണം. ഇത് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഉള്ള കുഴപ്പമാണ്. നമ്മൾ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ പിന്നെ റേസ് ആകും നമ്മളോട്. ദൈവമേ, ഇതേ ഒരു വണ്ടി കഴിഞ്ഞേ. ആ വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞു വണ്ടി, ആ വണ്ടി വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് കയറ്റിയപ്പോ ഇടിച്ച് കയറ്റിയിട്ട് എന്നെ അവിടെ നിർത്തിയിട്ടിട്ട് എല്ലാം ചോദിപ്പിക്കാനായിരുന്നു ആ പുള്ളിക്കാരനോട്. പക്ഷെ എന്നാ ചെയ്യാനാണ്, നമ്മൾ KSRTC ആണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്കൊരു പോലീസ് വണ്ടി എടുത്താലോ ഗൈസ്? അതാകുമ്പോ നമുക്ക് ചുമ്മാ വേണേലും നടന്നു പോവാം. അല്ല, എലി വേണേലും ഓടിച്ചോണ്ട് പോവാം. പോലീസ് അല്ലേ. ഇല്ല, എങ്ങോട്ടാണ് പോണ്ടേ? ഇവിടുന്ന് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ഗൈസ്. ഇതേത് വഴി? ചേട്ടാ ഇരിക്കല്ലേ, ഈ മാഞ്ഞു പോയി. പോലീസ്. ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിയ പോലെ ഒരു ഇറക്കമുണ്ട് ഗൈസ്. ഇവിടെയും ആക്സിലേറ്റർ പിടിച്ചു വെച്ചാൽ ഉടതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറെ ഒരു ഇതേ കൂട്ട് തന്നെയുള്ള ഒരു ഇറക്കത്തിൽ നമ്മൾ അറിയാണ്ട് ബ്രേക്ക് പിടിച്ച ഓർമ്മയുണ്ട് ഗൈസ്. ഇവിടെ ചാടിയതാ വണ്ടി അവിടെ. എന്റെ പൊന്നെ, ഞാനത് കണ്ടില്ല, പറഞ്ഞു പോയി. പിന്നീട് ഈ വണ്ടി അവിടെ ചാടി. അയ്യോ, അത് ഞാൻ കണ്ടില്ല. ആ ക്ലിപ്പ് എനിക്ക് വീഡിയോയില് എന്നാ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റില്ല. അടിച്ച പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഞാൻ നോക്കാം എങ്ങനെ ചെയ്യാൻ. KSRTC സ്വിഫ്റ്റ് ആയിട്ടല്ല, വേറെ ഏതെങ്കിലും വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ, ഇനി അതിലെ വരുമ്പോൾ. KSRTCയുടെ തന്നെ 2-3 വണ്ടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതും വെച്ച് വരുമ്പോൾ ഒക്കെ വേണമെങ്കിൽ കാണിക്കാം. അതേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിലെ തിരിച്ചു പോകാനൊന്നും എനിക്ക് വയ്യ. പിന്നെ നമുക്ക് സ്റ്റോപ്പിൽ പെട്ടെന്ന് കൃത്യസമയത്ത് എത്തേണ്ടത് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് ഓട്ടമൊന്നും ഇല്ലല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം. ഇല്ലേ വേണത്. അപ്പൊ നമുക്ക് അതിലേക്ക് വന്ന് ചാടിക്കപ്പ. ഞാൻ കുറെ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് നടക്കുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതാണ് പ്രത്യേകത. ഗൈസ്, നമ്മുടെ ആ സിറ്റി എത്താറായിട്ടുണ്ട് ഏകദേശം. ഇപ്പത്തും ഇടിച്ചാ ഇല്ല. നല്ല ബ്രേക്കൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് ഞാൻ പേടിക്കാണ്ടിരുന്നു, അല്ലെങ്കിൽ ഇടിക്കും. സാധാരണ KSRTC സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്ത പോലും ഇല്ല. പക്ഷെ റിയൽ വണ്ടിക്കൊക്കെ കിട്ടും. ഓക്കെ, ഇതല്ലേ വഴി? ഇതാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പോകുന്നുണ്ട്. തെങ്ങ്, നമുക്ക് തേങ്ങ ഇട്ടിട്ടൊക്കെ കരിക്കൊക്കെ കുടിക്കണം. ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് കരിക്കിൻ്റെ കടയൊക്കെ വരുവാണെങ്കിൽ കുടിക്കായിരുന്നല്ലേ. അതൊക്കെ വേണം അടുത്ത അപ്ഡേറ്റിൽ, ഗെയിമിൽ അതൊക്കെ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. നമുക്ക് കരിക്കൊക്കെ കുടിച്ചിട്ട് പോവാം. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരാനുണ്ട്. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇടാം. ഇതിൻ്റെ ന്യൂ വെർഷൻ ആയിട്ടൊന്നും ഇടാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ സിറ്റി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇതാണ് സിറ്റി. നമ്മളെത്തി. ആ വണ്ടിയുടെ തൊട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കൊണ്ടുപോകണേ. ഇവിടെ കുഞ്ഞു തട്ടുകട. പക്ഷെ നമ്മളവിടെ ഒന്നും കയറത്തില്ല, നമ്മൾ വലിയ വലിയ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ കയറും എന്നുവെച്ചാൽ അതാണല്ലോ കേരള സ്റ്റൈലിൽ. ഇതാണ് ബസ് സ്റ്റാൻഡ്. കയറ്റിക്കോ.
ശരി പോയി ഇല്ല ഇടിച്ചില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഇച്ചിരി മാറ്റിയാണ്. എന്നാ വെച്ചാൽ നമ്മൾ സ്വിഫ്റ്റാണ് KSRTCയുടെ, അല്ലാണ്ട് സാധാരണ വണ്ടി അല്ലാത്തതുകൊണ്ട് ഇവിടെ ഇടാം. അല്ലെങ്കിൽ വേണ്ട, അവിടെ തന്നെ കൊണ്ടിടാം. എന്നാ വെച്ചാൽ ബാക്കി ആൾക്കാർക്ക് ഇവിടം വരെ നടന്നു വരണ്ടല്ലോ. ഈ ബസ്സിൻ്റെ ഇപ്പുറത്തായിട്ടിടണോ അതോ ഇതിൻ്റെ നടുക്കിടണോ? ഇതിൻ്റെ നടുക്കിടാം ഗൈസ് നമുക്ക് വണ്ടി. എന്നിട്ട് നമുക്ക് ഒരു വീഡിയോ നിർത്താം. ഈ വണ്ടിക്ക് ഇത്ര നീളമുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നിർത്തിയാൽ അതിനേക്കാളും നല്ല നീളമുണ്ടല്ലേ സ്വിഫ്റ്റിന്. ഞാൻ കുറച്ച് കയറ്റിയല്ല നിർത്തുന്നേ. ഇതില്ലേ ഒരേപോലെ ഇട്ടാൽ ഈ KSRTC സ്വിഫ്റ്റിന്റെ നീളം കണ്ട. ഡോറ് തുറന്നില്ല. ഡോറ് തുറന്നു. ഇനി ആൾക്കാർ ഇറങ്ങിപ്പോട്ടെ. ഇത് ഏത് വണ്ടിയല്ലേ? പഞ്ച് പർജ്. പഞ്ച് പർജോ? വെറൈറ്റി വണ്ടിയാണല്ലേ. ഇവിടെ ഏതുകൊണ്ട് ഒരു വണ്ടി കിടപ്പുണ്ട്. മലയാളോ? ഇതേത് വണ്ടിയാണ്? മഞ്ജു ട്രാവൽസ്. കൊള്ളാല. ഇതേത് വണ്ടി? അത് കൊള്ളാം കേട്ടോ, മഞ്ജു ട്രാവൽസ്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയാണോ വന്നേ? അല്ല. ഓക്കെ, ആൾക്കാർ ഇറങ്ങിപ്പോയോ? ഞാനിവിടെ വെറുതെ തുറന്നിട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ ഇറങ്ങിപ്പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നും പറഞ്ഞു. അയ്യാ, ഞാൻ ബസ്സിൻ്റെ അകത്ത് വിട്ട്. ഇല്ല ഓടറാ. എന്നാ ബസ്സിൻ്റെ മണ്ടേ കയറി. ഓക്കെ, ഇറങ്ങി കഴിച്ചു. ഇനി നമുക്ക് ഇവിടെ വന്ന് നിന്ന് ഇൻട്രോ പറയാം ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറന്നുപോയതാണ്. ഓക്കെ, ശരി.